കാശിന്റെ കാര്യത്തിൽ വലിയ സ്ട്രെസ്സിലാണെന്ന് എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള മലയാളികൾ. യൂറോപ്പുകാരെ പോലെ ഗവൺമെന്റ് ഗൾഫിലുള്ളവരെ നോക്കാത്തത് കൊണ്ട് സ്വന്തമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ചില കാര്യങ്ങൾ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കും. ഗൾഫിലെ ലക്ഷറി ജീവിതത്തിനിടയിൽ പലരും തങ്ങളുടെ ഭാവി മറക്കാറുണ്ട്. 10-20 വർഷം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ടും നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ പല പ്രവാസികളുടെയും അക്കൗണ്ട് പൂജ്യമായിരിക്കും. ഇതിന് കാരണം അവർ മോശം ശമ്പളം വാങ്ങുന്നത് കൊണ്ടല്ല, പകരം അവർ അറിയാതെ വീഴുന്ന ചില മണി ട്രാപ്സ് കൊണ്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗൾഫ് പ്രവാസികളുടെ ഉറക്കം കെടുത്തുന്ന 4 പ്രധാന സാമ്പത്തിക കെണികളെ കുറിച്ചാണ്. വെറുമൊരു പ്രശ്നം പറയാൽ മാത്രമല്ല, ഈ ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയാലും മാസം 50,000 രൂപ പാസീവ് ഇൻകം തരുന്ന ഒരു സ്മാർട്ട് സ്ട്രാറ്റജിയും ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഒന്നാമത്തെ കെണി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇല്യൂഷനാണ്. മിക്ക പ്രവാസികളും വിചാരിക്കുന്നത് തങ്ങൾക്ക് ഗൾഫിൽ കമ്പനി തരുന്ന ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നാണ്. എന്നാൽ ഓർക്കുക, ഗൾഫിലെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരികയോ ചെയ്യുമ്പോൾ ഈ ഇൻഷുറൻസ് കവറേജ് ഇല്ലാതാകും. നാട്ടിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ റേറ്റ് വർഷം തോറും 10 മുതൽ 14% വരെയാണ് കൂടുന്നത്. നാട്ടിൽ വരുമ്പോൾ പ്രായം കൂടുന്തോറും പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നത് കഠിനമാകും, പ്രീമിയവും കൂടും. അതുകൊണ്ട് ഗൾഫിലായിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ കുടുംബത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് NRI ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ സൂപ്പർ ടോപ്പ് പ്ലാനുകൾ എടുക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. നിങ്ങളുടെ കഠിനാധ്വാനം ഒരു മെഡിക്കൽ എമർജൻസി കൊണ്ട് മാത്രം ഇല്ലാതാവാൻ അനുവദിക്കരുത്. രണ്ടാമത്തെ കെണി സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്രാൻഡ് വെഡ്ഡിംഗ് ആണ്. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ കുട്ടികളുടെ പഠനത്തിനോ ആഡംബരത്തിനോ വേണ്ടി സ്വന്തം റിട്ടയർമെന്റ് ഫണ്ട് കളയാറില്ല. എന്നാൽ നമ്മൾ മലയാളികൾ മക്കളുടെ കല്യാണം ആഡംബരമാക്കാനും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം വലിയ തുക ഡൊണേഷൻ നൽകി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേർക്കാനും ലോൺ എടുക്കുന്നു. ഇതിനുള്ള പരിഹാരം ഇമോഷണൽ ഡിസിഷൻ മാറ്റിവെച്ച് പ്രാക്ടിക്കൽ അസറ്റ് അലോക്കേഷൻ നടത്തുക എന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ ലഭിക്കും, എന്നാൽ നിങ്ങളുടെ റിട്ടയർമെന്റിന് ആരും ലോൺ തരില്ല. മക്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ലോങ് ടൈം മ്യൂച്വൽ ഫണ്ട് SIPകൾ ആരംഭിച്ച് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. മൂന്നാമത്തെ കെണി ദ ഡെഡ് അസറ്റ് ട്രാപ്പാണ്. ഗൾഫുകാരൻ എന്ന് കേട്ടാൽ നാട്ടുകാർ ആദ്യം ചോദിക്കുക നാട്ടിൽ വീട് പണി കഴിഞ്ഞോ എന്നാണ്. അധ്വാനിക്കുന്ന പണത്തിന്റെ 70% നമ്മൾ പ്രവാസികൾ ഉപയോഗിക്കുന്നത് നാട്ടിൽ ആരും താമസിക്കാനില്ലാത്ത വലിയൊരു വീട് വെക്കാനാണ്. ഇത് ലിക്വിഡിറ്റി ഇല്ലാത്ത, ഒരു വരുമാനവും തരാത്ത ഒരു ഡെഡ് അസറ്റായി മാറുന്നു. ഒരു വീട് വേണം, അത് അനിവാര്യമാണ്. എന്നാൽ അത് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിഴുങ്ങുന്നതാവരുത്. വലിയ വീടുകൾക്ക് പകരം ചെറിയൊരു വീട് വെച്ച് ബാക്കി തുക കൃത്യമായി വളരുന്ന മറ്റ് അസറ്റുകളിലേക്ക് മാറ്റുക. റിയൽ എസ്റ്റേറ്റിൽ മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യാതെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണം. നാലാമത്തെ കെണി നോ റിട്ടയർമെന്റ് പ്ലാൻ ആണ്. ഗൾഫിലെ വിസയും ജോലിയും എന്നേക്കുമായി ഉള്ളതല്ല. നാട്ടിൽ തിരിച്ചു വരുമ്പോൾ റെഗുലർ ഇൻകം നിലയ്ക്കും. ഇതിനുള്ള ഏറ്റവും മികച്ച പരിഹാരമാണ് SWP അഥവാ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇതാണ് പ്രവാസികൾക്ക് സ്വന്തമായി ഉണ്ടാക്കാവുന്ന ഏറ്റവും മികച്ച സോഷ്യൽ സെക്യൂരിറ്റി. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഗൾഫിലായിരിക്കുമ്പോൾ കൃത്യമായ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലൂടെ നാട്ടിലെത്തുമ്പോഴേക്കും ഒരു 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക. 1 കോടിയോ ഇത് എങ്ങനെ ഉണ്ടാക്കും എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഗൾഫിലായിരിക്കുമ്പോൾ മാസം 30,000 രൂപ വീതം ഒരു നല്ല ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഒരു 12 വർഷത്തേക്ക് SIP ചെയ്താൽ ഏകദേശം 12% റിട്ടേൺ കണക്കാക്കിയാൽ പോലും നിങ്ങൾക്ക് 1 കോടി രൂപ സുഖമായി സ്വന്തമാക്കാം. ഈ തുക പിന്നീട് ഒരു ഹൈബ്രിഡ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫണ്ടിലേക്ക് മാറ്റി അതിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ ഒരു SWP സെറ്റ് ചെയ്താൽ നിങ്ങളുടെ മെയിൻ ഫണ്ട് കുറയാതെ തന്നെ നിങ്ങൾക്ക് മാസം 50,000 രൂപ പാസീവ് ഇൻകമായി ലഭിക്കും. പ്രവാസ ജീവിതം എന്നുള്ളത് ഒരു സ്പ്രിന്റ് അല്ല, ഒരു മാരത്തോൺ ആണ്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഗൾഫ് നിർത്തി നാട്ടിൽ വന്നാലും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കാം. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ നിങ്ങൾ ഏത് ട്രാപ്പിലാണ് ഇപ്പോൾ വീണിരിക്കുന്നത്? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ബിസിനസ് ഫിനാൻസ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.